സാറേ സാക്ഷികൾ വന്നിട്ടുണ്ടോ? അത് ശരി. എന്നായത് മുതോ ഒപ്പിടിച്ചാടി സാറേ ഉപ്പ്. ഞാൻ എന്തിനാ സാക്ഷി ഒപ്പിടുന്നത്? സാക്ഷിയല്ല, ഇത് പാലത്തിന്റെ പ്രോജക്ട്സ്. ഊണ് കിട്ടിയണം. അല്ല മരുവനാ മരുവന ഒപ്പിടുന്നതല്ലേ നിങ്ങളെ ഭാഗ്യം. എന്നാ മോനെ ഇവിടെ ഒപ്പിട്ടോ, ഐശ്വര്യമായിട്ട് ഒപ്പിട്ടാണ് ഇതവിടെ. അതിന് മുരമ്പില്ല തോന്നല്ലേ? ഇതിനകത്തുള്ളതൊന്നും എഴുതൂല. ഇല്ല അത് എഴുതൂല. കോയ സാറേ അവിടെ എഴുതുന്ന പേന എഴുതുണ്ടോ? എന്താ അത് പിക്ക് ചെയ്തണ്ടേ? ശരി, ഇവിടെ ഒന്നും എൻ്റെ കീസല്ലേ ഇവിടെ പേന ഇരിക്കണത്. അടുത്തത് വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കണം. ഇവിടെ ഒപ്പൊന്ന് എഴുതാനല്ല പറഞ്ഞത്, ഒപ്പ് ഇടാനാണ്. അതെന്റെ ഒപ്പ്. എന്താണ് ഒപ്പ്? എന്താ എൻ്റെ ഒപ്പൊന്ന് ഇട് നോട്ട്. അവിടെ എന്റെ ഒപ്പാണ്ടോ അത്? കള്ളിന് പുറത്തേക്കൊക്കെ പോയല്ലോ. മതി. ശരി ശരി. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, പുറത്ത് പോയി ചായ കുടിച്ച് നിൽക്കട്ടോ. ഞാൻ വരാം. ചായ കുടിക്കാനുള്ള പൈസ ഇല്ല നിങ്ങളെടുത്ത്. ഞാൻ വരാം. കുടിച്ചോ. സാറേ ഈ സർട്ടിഫിക്കറ്റ് വേഗം കിട്ടുമല്ലോ അല്ലേ? അത് കിട്ടും. അതിപ്പോ നാളെ തന്നെ കിട്ടും അല്ലേ? എന്താ വെച്ചാൽ ഇവൾക്ക് സൗദിയിൽ പോണ്ടതാണ്. എന്താ അച്ഛന് പോവാ? സൗദിയില് ഒരു ജോലി ശരിയായിട്ടുണ്ട്. ശരി. ബാംഗ്ലൂർ വെച്ചിട്ട് ഈ വെള്ളിയാഴ്ചയാണ് ഇന്റർവ്യൂ. അത് ശരി. ഞാൻ എന്താ ചോദിക്കണേ, നിങ്ങളോട് അച്ഛന് പോവാ ചോദിക്കണല്ലേ? അന്നേരം അപ്പൊ നിങ്ങൾ രണ്ടാളും പോകുന്നുണ്ടോ? ഇല്ല, രണ്ടാളില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണോ ചങ്ങായി, കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലോ. അല്ല, അവൾക്കാണ് ജോലി. അത് ശരി. അപ്പൊ തനിക്ക് ജോലിയൊന്നുമില്ലേ? എനിക്കിപ്പോ ജോലിയൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മള് പോവന്നെ അല്ലേ? അല്ല സാറേ, എന്താ പുറത്ത് ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ടല്ലോ? അല്ല, അപ്പൊ നിങ്ങൾ പത്രം ഒന്നും വായിക്കില്ല? വായിക്കാറില്ല. ഞാൻ ഇപ്പൊ ഈ കല്യാണത്തിന്റെ ഒരു തിരക്കാവുകൊണ്ട് പിന്നെ നമ്മുടെ MLA കായൽ കയ്യേറ്റം പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിരുന്നില്ലേ നിങ്ങള്? അത് നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിലാണ് ഇപ്പൊ അത്. അപ്പൊ അതിന്റെ ഒരു അന്വേഷണമൊക്കെ ഇവിടെ വന്നപ്പോ ഇവിടെ കുറെ ഫയലുകളൊന്നും ബന്ധപ്പെട്ട് ഇവിടെ കാണാനില്ല. അപ്പൊ അതിന്റെ അന്വേഷണം വന്നപ്പോ ഇവിടുത്തെ കുറച്ച് സ്റ്റാഫുകളിലൊക്കെ പിടിച്ച് പുറത്താക്കി. അപ്പൊ അവരാണ് പകർന്ന് വേണണ്ടാക്കണേ. അല്ല സാറേ, ഈ ഓഫീസിൽ നിന്നൊക്കെ ഫയലുകൾ കാണാനില്ലാതെയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ലേ ശരിക്കും? പിന്നെ അതിപ്പോ ഈ ഓഫീസായി ബന്ധപ്പെട്ട് ഈ ജാതി രഹസ്യങ്ങളൊക്കെ അല്ല, നിങ്ങള് മാരേജ് സർട്ടിഫിക്കറ്റിന് വന്നല്ലേ? അതെ. അന്ന് ഞാൻ എന്തിനപ്പോ നിങ്ങൾ ഈ ജാതി കഥയൊക്കെ പറഞ്ഞാൽ നിങ്ങളെ മേടിച്ചോളി പോയിക്കോളി. ഷാപ്പുള്ള സത്യ കോപ്പരോട് പറഞ്ഞു. മന്മതാ സാർ, പ്രിന്റ് ഒന്നും എടുത്തു കൊടുക്ക്. അല്ല സാർ, ശ്യാമള മേഡം വന്നിട്ടില്ലല്ലോ. എന്തിനാണ് ശ്യാമള മേഡം വരുന്നത്? ശ്യാമളയുടെ വായ കൂടെ പ്രിന്റ് വരുന്നത്? അതല്ല, ശ്യാമള മേഡം ആണല്ലോ അത് എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ശ്യാമള തന്നെ നോക്കിയിരിക്കുക. അപ്പൊ ആ പ്രിന്റ് മറ്റേ എന്താ അതിന്റെ പേര്? ആര് ജാതി പേരൊക്കെ ഇടുന്നത്? പ്രിന്റർ. അതെ, ആ ഒന്ന് എടുത്തു കൊടുക്ക്. സാർ, ഞാൻ നേരത്തെ ഒരു 3 പ്രാവശ്യം പ്രിന്റ് എടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴൊക്കെ അതിൽ ERR06 എന്ന് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ERR06 എന്ന് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക? അത് ഏടോ ഏറാർ എന്നാണ് കാണിക്കണത്. അതിനിപ്പോ എന്താണ് വിവരക്കെട്ടിന് കൈകാര്യം വെക്കാൻ എന്ത് വർത്താനം ഈ പറഞ്ഞത്? അതിപ്പോ ഇടക്ക് അങ്ങനെ പറഞ്ഞത് കുഴപ്പമില്ല, അന്ന് എടുത്തോളി. അല്ല, ഞാനത് കൈകാര്യം ചെയ്ത ശ്യാമള മേഡം വന്നിട്ട് വഴക്ക് പറയാം. അതെ, നിങ്ങൾ കാര്യം ചെയ്തോളൂ. ഇവിടെ സ്റ്റാഫില്ല. അപ്പൊ നിങ്ങൾ നാളെ പോകുന്നുള്ളൂ. ഏതായിട്ടുണ്ട് നാളെ നേരത്തെ പോകുന്നുള്ളൂ. എടുത്താൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞൊരു യാത്രയൊക്കെ ആവട്ടോ. എന്നാ ശരി, ആയിക്കോട്ടെ. 8 മണിക്കൊന്നും കയറി വരരുത് കേട്ടോ. ചെങ്ങായി, എന്തോ ഒരു നാണം കെട്ട ഇടപാട്. ഒരാളൊരു പ്രിന്റ് എടുക്കാൻ പറഞ്ഞാൽ അതും കൂടി എടുക്കാറില്ല എന്ന് പറഞ്ഞാൽ വായിക്കാൻ എനിക്ക് അറിയില്ല സാറേ. അതെ, ആ ശ്യാമള മേഡം എന്നെ ഇതുവരെ അത് തൊടാൻ സമ്മതിച്ചിട്ടില്ല. സാറേ, പേന മരുവന്റെ തന്നെ ഇവിടെ പേനൊക്കെ കിട്ടിയ പിന്നെ കൊടുക്കുന്നില്ല. ഫയലുകൾ മുഖ്യമാന്യന്മാർ അകത്തിരുന്ന് സുഖിക്കുമ്പോൾ പാവം ഞങ്ങളുടെ മെമ്പർമാർ പണിയില്ലാതെ നടക്കുന്നേ. ശ്യാമള മേഡം പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ എല്ലാ ദിവസവും ഭയങ്കര പത്രവായനാണല്ലോ. അതിന് പത്രം വായിക്കാന്ന് ആര് പറഞ്ഞു? പിന്നെ സിനിമ പോസ്റ്റർ നോക്കണായിരിക്കും.
എന്താണ് ഞാൻ കളിക്കണതാ. കളിക്കണ ആ പത്രം വെച്ചിട്ടാ? എന്താ കളി? സാറേ ഈ കാർഡ് കണ്ടോ സാറ്? ഉം. മനോരമ പത്രം മേടിക്കുമ്പോഴേ ഇനി മുതല് ലക്കി ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ വേണ്ടി ഒരു കാർഡും കൂടി കിട്ടും. ഓ, ഇതെങ്ങനെ കളിക്കുന്നതെന്ന് പറയേ. ഭയങ്കര ഈസിയാ കളിക്കാൻ. അതെ. സാർ നോക്ക്, കുറേ നമ്പേഴ്സ് ഇല്ലേ ഇതിനകത്ത്? ഓരോ ദിവസവും ഓരോ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നവംബർ 12. നവംബർ 12-ാം തീയതിയില് എന്റെ നമ്പർ 142 ഈ നമ്പർ മനോരമ പത്രത്തിന്റെ 3-ാമത്തെ പേജിലുണ്ടെങ്കിൽ സമ്മാനം കിട്ടി. അതെ. ആ എന്തോ സമ്മാനം? അത് ചിലപ്പോ ഒരു ദിവസം സ്വർണ്ണ നാണയായിരിക്കും, വേറെ ദിവസം ഡയമണ്ട് ആയിരിക്കും, പിന്നെ ഒരു ദിവസം കാറായിരിക്കും. എന്നാലും നമുക്ക് ചെലവില്ലാതെ ഒരു സമ്മാനത്തിനുള്ള വകയുണ്ടല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാനും എന്റെ വീട്ടിൽ മനോരമ പത്രം വരുത്തുമല്ലോ. അപ്പൊ സാറിനും കിട്ടും സമ്മാനം. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അതൊന്ന് പറയട്ടെ. എന്താണ് സാറേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്? ഏത് സർട്ടിഫിക്കറ്റ്? മാരേജ് സർട്ടിഫിക്കറ്റ്. ഏത് മാരേജ് സർട്ടിഫിക്കറ്റ്? കാക്ക നിങ്ങൾ ഓഫീസിലാന്ന് ചോദിക്കാൻ ഇവിടെ ഈ വൈകിട്ട് വെച്ചാ ചോദിക്കണേ. അല്ല സാർ എന്ന് തരാന്ന് പറഞ്ഞത്? അതെ, ഞങ്ങക്ക് തലക്ക് പ്രാന്ത് വന്നിട്ടാ നടക്കുന്നത്. ഞങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാണ്. സാർ കുറച്ച് ധൃതിയിലാണ്. MLA കായൽ ഇടിച്ചു നിർത്തിയ ഇതുണ്ടല്ലോ, അതിനെപ്പറ്റി അന്വേഷിക്കാൻ കളക്ടറേറ്റിലേക്ക് കളക്ടർ വിളിപ്പിച്ചിട്ട് പോവുക. നിങ്ങൾ അവിടെ പോയിക്കോ. ഞങ്ങൾ ഇപ്പൊ ഈ കഥക്കെ പലർത്ത് പറയാൻ നടക്കാണ്. നടക്കണോ അല്ലെങ്കിൽ നേരെ വൈകി ആ മേട അടവൊക്കെ മുകളിലുണ്ട്. അങ്ങനെയല്ലേ നല്ലോണം അവിടെ ഇരുന്ന് മുക്കിക്കോ. സാർ ഇങ്ങനെ ആരെങ്കിലും വരുന്നത് തോന്നുമ്പോഴത്തേനും ഇങ്ങനെ പേടിക്കാൻ നിൽക്കണ? അല്ലെന്നേ, ഈ ഓഫീസിൽ ആപ്പാടെ പേടിച്ചിട്ടായിരിക്കണം. അങ്ങനത്തെ രണ്ടും പുലികളല്ലേ ഫ്രണ്ട് ഇരിക്കുന്നത്. എനിക്കാരും പേടിയില്ലല്ലോ. നടന്ന സ്വന്തം ഭർത്താവിനെ പോലും പേടിയില്ലല്ലോ. സാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ആ ഒരു സത്യം പറഞ്ഞതാണ്. നമസ്കാരം മാഡം, ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു. മാരേജ് സർട്ടിഫിക്കറ്റിനല്ലേ? അത് ശരിയായിട്ടില്ല. ശരിയാകുമ്പോൾ വിളിക്കാൻ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. അല്ല, സെക്രട്ടറി പറഞ്ഞു ഇന്ന് വന്നാൽ മതി, അപ്പൊ പ്രിന്റ് എടുത്തു തരാന്ന് പറഞ്ഞല്ലോ. സെക്രട്ടറിക്ക് ഇങ്ങനെ ഓരോന്നിടത്ത് പറഞ്ഞാൽ മതി. അത് പുള്ളി അല്ലല്ലോ ശരിയാക്കണേ, ഞാനല്ലേ ശരിയാക്കി തരേണ്ടത്. അതാണ് നിങ്ങളോട് പറഞ്ഞത്, പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ ശരിയാവുമ്പോ വിളിക്കാം. മാഡം നിങ്ങളോടല്ലേ പറഞ്ഞത് പുറത്തേക്ക് നിൽക്കാൻ, വെയിറ്റ് ചെയ്യാൻ? മാഡം എന്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പെട്ടെന്ന് കിട്ടിയ ഉപകാരമായിരുന്നു. അതെ, ഇവിടെ വരുന്ന എല്ലാ അപേക്ഷകളും അത്യാവശ്യമുള്ള. നിങ്ങൾക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല. ഇനി ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ നിങ്ങളോട്? മാഡം, ഈ മേലുദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇവരുടെയൊക്കെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി വാ തുറന്ന് അങ്ങനെ വലുതും ഇതൊക്കെ പറയുവേ. മാഡം അതൊക്കെ ചെയ്തു കൊടുത്താൽ. ഓ, എന്തൊരു ചൂടാവില്ലായിരുന്നു ആ സ്ത്രീ. അതിന്റെ തലക്കൊന്നര കൊടുക്കാൻ എനിക്ക് തോന്നി. വൃത്തിയിട്ട സാധനം. നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നു കൂടിയില്ലേ? ഒരു ചീമ പോർക്കല്ലേ അയാള് കാലം പറയുന്നുണ്ടോ? മറ്റേ അങ്ങനല്ലേ? എത്ര പേരും പഠിച്ചിട്ടുണ്ടോ എന്തോ. പൊട്ടനാണ്. നിനക്ക് എന്തോ ക്ഷീണം കേട്ടോ. അതന്നെയാ പോണ്ട കാര്യമല്ല വെച്ചിട്ടുള്ള ടെൻഷനാണ്. ടെൻഷൻ അടിക്കുന്ന വേണ്ട. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ആരെങ്കിലും കാണൂട്ടോ. എടാ രതീഷേ, മരിച്ച വീട്ടിലിരിക്കണ പോലെ ഇരിക്കാതെ ഒന്ന് വിളിക്കടാന്ന്. ഭാര്യതാ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നാ മതിയാ? എന്താ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാണ്. ബിരിയാണി മേടിച്ചിടാന്നാണ് പറഞ്ഞിരിക്കണത്. ചിക്കൻ ബിരിയാണി. എടാ 1.5 മാസമായിട്ട് എല്ലാത്തിനും തീറ്റി പോറ്റണ ഞാനാണ്. ഈ രാഘവൻ ചേട്ടനും തിരിച്ചു കയറേണ്ട ആളല്ലേ? എന്തേലും കയ്യിൽ നിന്ന് ചെലവാക്ക്. എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ലാന്ന്. ആ മോന്റെ സ്വഭാവം തന്നെ കാണിച്ചോ. 10 പൈസ ചെലവാക്കരുത്. മാഡം ഇന്നലെ ലീവ് എടുത്തത് മണ്ടത്തരമായി പോയി. റഷീദിക്കയുടെ കടയിൽ നല്ല നൊത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ചെമ്മീൻ ഫ്രൈ ഉണ്ട്. മാഡം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആയോ? ആകുമ്പോ വിളിക്കാന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ വിളിച്ചില്ലല്ലോ. അപ്പൊ ആയിട്ടില്ല. അല്ല, ഇപ്പൊ ഉച്ചയില്ലേ? ഉച്ചയായി. ഭക്ഷണം കഴിക്കണ്ടേ? ഉച്ചയാകുമ്പോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊണ്ടിരുന്നാ മതി. മാഡം ചെമ്മീൻ ഫ്രൈ തിന്നു പോകുമ്പോ ആകുമ്പോ വിളിക്കാൻ പറ്റൂല. അവിടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ പോ. പിന്നല്ലാതെ ഇപ്പൊ ഒന്നും കഴിക്കണ്ട. അത് കിട്ടിയിട്ട് പോയാൽ മതി.
വിളിച്ചില്ല മാഡം. വിളിച്ചില്ല, അത് റെഡിയായില്ല. അതെന്താ റെഡി ആവാത്? സമയം കഴിഞ്ഞു പോയില്ലേ, എനിക്ക് വീട്ടിൽ പോകണ്ടേ? നിങ്ങളത് റെഡിയാക്കി കൊണ്ടിരുന്നാ മതിയോ? അതെ, നാളെ ഇവൾക്ക് ഇന്റർവ്യൂ ഉണ്ട് ബാംഗ്ലൂർ, അതിന് പോകണം. നിങ്ങൾ ബാംഗ്ലൂർ എങ്ങോട്ടെങ്കിലും പോയാലും ഞാനെന്ത് വേണം? നാളെ വരികയാണെങ്കിൽ നീ നല്ല സൂപ്പർ നാടകം 6 മണിക്ക് തുടങ്ങുന്നത് ചിരിച്ചു മരിക്കാം. സാറേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് എവിടെ? സർട്ടിഫിക്കറ്റ് മാഡം എന്താ പറഞ്ഞ? മാഡം പറഞ്ഞ അവർക്ക് സൗകര്യം എടുത്തു തരാന്ന്. അപ്പൊ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതെ, രാവിലെ 9 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നതാണ് അല്ലേ? ഞങ്ങൾ പറഞ്ഞു 9 മണിക്ക് ഇവിടെ നിൽക്കാൻ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞോ? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ സർക്കാർ കാര്യങ്ങളാണ്, അതിന് സമയം എടുക്കും. എന്ത് സമയം എടുക്കുന്നത്? ഒരു മാസമായില്ല നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ചേട്ടാ. എനിക്ക് ഇന്ന് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, നാളെ എനിക്ക് വേറെ ആവശ്യമുള്ള. ഇന്ന് സർട്ടിഫിക്കറ്റ് 5 മണി ഓഫീസ് കഴിഞ്ഞില്ല, സമയം താക്കോൽ എടുക്കരുത്. ഒരു മാസമായിട്ട് ഞാൻ കയറി ഇറങ്ങാണ് മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. രാവിലെ ഈ സാധനം ഞങ്ങൾ കിട്ടണം, ബാംഗ്ലൂർ പോകാനുള്ളതാണ്. ഇവര് ഞാൻ രാവിലെ 9 മണിക്ക് ഇവിടെ വന്ന ഈ ഓഫീസിനകത്ത് ഇവര് പറഞ്ഞത് വെയിറ്റ് ചെയ്ത് തരാന്ന് 5 മണി ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 7 ദിവസം പോരെ? ഒരു മാസമല്ലോട് ഒരു കയറി ഇറങ്ങാൻ. അത് കുറച്ച് ടെക്നിക്കൽ എന്ത് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാവും. ഒരു ടെക്നിക്കൽ എററോ സർക്കാർ ഉദ്യോഗസ്ഥരെ ദേഹത്തോട്ട് കളിക്കരുത്. അതെ, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ഞങ്ങളിന്ന് പോകുള്ളൂ. ഞങ്ങൾ ഉള്ളിൽ ഇരിക്കാം. അതെങ്ങനെ ശരിയാവൂല? അത് ശരിയാവുന്ന സാറിനെ. ഹലോ സാറേ, അതെ ഞാൻ ഇവിടെ ആകെ പ്രശ്നമാണ് സാർ. വീട്ടിലല്ല, ഓഫീസിൽ നിൽക്കുവാ ഞാൻ. ഒരു ഭാര്യയും ഭർത്താവും ബലാത്കാരമായി നമ്മുടെ ഓഫീസിനകത്ത് കയറി ഇരിക്കുകയാണ്. കൂട്ടാൻ സമ്മതിക്കുന്നില്ല, അവർ പോകുന്നില്ലെന്ന്. സാർ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു സാർ. ഓക്കെ സാർ. പേരിയാതാ, ഇതൊന്നും ശരിയല്ല കേട്ടോ. കച്ചയുടെ ടീമുകളാണ് സാറേ ഉണ്ണിയുടെ കയ്യിൽ കടിച്ചേ. ഓഫീസിൽ കയറി കുത്തിരിക്കണത് ഞങ്ങൾ കയ്യിലെടുക്കാം. കുടുംബത്തിക്കൊന്നും പോകണ്ട, എന്താ ഇവിടെ കുത്തിയിരിക്കണത്? ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അതന്നെ കണക്ക്. ഒരു മാസം മുമ്പ് നിങ്ങൾക്ക് അപേക്ഷ തന്നതല്ലേ? നിങ്ങൾ പറഞ്ഞ രേഖകൾ മുഴുവൻ കൊണ്ടു തന്നു. സാക്ഷികൾ വേണമെന്ന് പറഞ്ഞു, സാക്ഷികൾ കൊടുത്തു. മിനിഞ്ഞാന്ന് ഇവിടെ വന്നു, ഇന്നലെ വന്നപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം തരായിരുന്നില്ലേ, പ്രിന്റ് എടുത്ത് തരായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു? നാളെ വാങ്ങും. ഞങ്ങൾ രാവിലെ 9 മണി മുതൽ ജലപാനം പോലും കഴിക്കാതെ ഇവിടെ ഇരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. എന്താണ് കൊടുക്കാൻ? ശ്യാമള മാഡം പറഞ്ഞു അതിലെന്തോ കംപ്ലൈന്റ് ഉണ്ട്. എന്റെ മൺമരങ്ങൾ ചോദിക്കുമ്പോ ശ്യാമള പറഞ്ഞു, അവര് പറഞ്ഞു, എന്താണ് ഇതിന്റെ കംപ്ലൈന്റ്? നാളെ ഇന്റർവ്യൂ ആണ് അവർക്ക് ബാംഗ്ലൂര്. അതിന് പോയില്ലെങ്കിൽ ഞാൻ ജോലിയൊക്കെ പോകും. ഇത് വെറുതെ തമാശ കളിക്കേണ്ട കാര്യമില്ലാട്ടാ മന്മത, ഇത് പറയണത് കൂട്ടുകാർക്ക്. ഇത് ആരാണ് റിപ്പയറിംഗിന്റെ ആളുണ്ടല്ലോ ഇവിടെ? റിപ്പയറിംഗിന്റെ ഒരു സതീശനാണ്. വിളിക്കണം. അതെ, അതിനൊരു കംപ്ലൈന്റും ഇല്ല. ഇവൾക്ക് അറിയാൻ എടുക്കാം. നിങ്ങൾ ഈ ഓഫീസിലേക്ക് കയറി അതിക്രമണമായി ചെയ്യാൻ പാടില്ല. നിങ്ങൾ എടുത്തറിയുന്നത് പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ വെറുതെ തിക്കുന്നിരക്കുണ്ടാക്കല്ലേ സാറേ? പുറത്തെ പ്യാരിജാതനൊക്കെ ഇരിക്കുന്നുണ്ട്. ഓരിത് പുറത്തറിയിച്ചിട്ടുണ്ടെങ്കിൽ ചാനലുകാർ മുഴുവൻ അറിയും, പത്രക്കാരറിയും, എല്ലാവരും ഇവിടെ എത്തും. ഇപ്പോൾ ഓഫീസിന് നാണക്കേടാണ്. അതെ സാർ, വളരെ മോശമായി പോയി. എന്റെ മാസം ഒരു 100 പ്രശ്നങ്ങളാണ് ഈ ഓഫീസിൽ. ചെയർമാൻ എടോ, പത്രക്കാരും ചാനലുകാരും നാട്ടുകാരും മാത്രമല്ല, MLA വരെ അറിഞ്ഞു. MLA വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. ഞങ്ങൾ ഒരു മാസം മുമ്പ് അപ്ലിക്കേഷൻ കൊടുത്താണ് സാറേ മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അതിന് എത്രയാണ് കയറി ഇറങ്ങിയത് ഒരു കണക്കില്ല. പോയി സാറേ, 7 ദിവസത്തിന്റെ ഉള്ളിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നല്ലേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇരിക്കും. എന്താ പോയി സാറേ പ്രശ്നം? സാറ്, ഞാൻ എന്റെ ടേബിളിൽ വരുന്ന പേപ്പേഴ്സ് ഒക്കെ അതാത് സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്ത് തീർക്കണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ എന്താ നടക്കണമെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല. ഒരു 100 കൂട്ടം കാര്യങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുന്നുണ്ട്. എനിക്ക് ഈ ഒരു കാര്യം മാത്രം നോക്കിയിരിക്കാൻ പറ്റും, ഇവിടുത്തെ സർട്ടിഫിക്കറ്റും മാത്രം നോക്കിയിട്ട്. പക്ഷെ നിങ്ങൾ സെക്രട്ടറിയാണ്, നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നില്ല എന്നുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. സാറേ, ഞാൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ഹെൽപ്പുകളും ഞാൻ ചെയ്യുന്നു. എന്താ പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വഴുകാനുള്ള കാരണം എന്താ? ഇവിടെ ഏൽപ്പിച്ചു പോയതാ. ആരെയാണ്? മന്മഥനെ ഏൽപ്പിച്ചാണ്. മന്മഥൻ പറയൂ, എന്താ കാര്യം? ശ്യാമള മാഡം പറഞ്ഞു എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് അറിയില്ല സാർ. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് സാറേ. ഇവൾക്ക് നാളെ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിന് ചെല്ലണമെങ്കിൽ ആദ്യം ഈ സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തത്. സാറേ, അവർക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുക്കൂ. ശ്യാമള
എന്നിട്ട് ശ്യാമള എവിടെ? അവര് വീട്ടിൽ പോയി സാർ. എത്ര പെട്ടെന്ന് വരാൻ പറ. വിളിക്കാം സാർ. ആ ഇല്ലെങ്കിൽ ഇനി ഒന്ന് ജോലിക്ക് വരണ്ടെന്ന് പറ. ഓക്കെ സാർ. പെട്ടെന്ന് ഓഫീസിലേക്ക് വരണോ, ഇല്ലെങ്കിൽ ഒരു പണി പോകും. ഇവിടെ ചെയർമാനൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഞങ്ങളൊക്കെ ഓഫീസിലുണ്ട്. വേഗം പോരും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല സാർ, ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് ചായ കടി എന്തെങ്കിലും കൊണ്ടു കൊടുക്ക്. ചായ മസാലോശം മതിയാ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അത് വേണ്ട, എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കല്ലേ? സാറിന് വേണം. എനിക്ക് വേണ്ട. നിങ്ങൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം ജോലിയിൽ ഇങ്ങനെ അനാസ്ഥ കാണിക്കുമ്പോഴേ അതിന് പഴി കേൾക്കേണ്ടി വരുന്നത് ഞങ്ങൾ ജനപ്രതിനിധികളാണ്. ഇത് നിങ്ങൾക്ക് വല്ല ഉപകാരമുള്ള കാര്യമാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കുമല്ലോ. കുറച്ചൊക്കെ ജനസേവനം ചെയ്യാൻ പഠിക്കണം. സാറേ ഇത് അങ്ങനെ പറയല്ലേ, ഇത് ഇവിടെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഞങ്ങൾ ഇരുത്തിയതിനാണ്. ഇപ്പൊ സമയത്ത് 7:30 എന്റെ മൊയ്തോ അത് ശരിയാക്കി കൊടുക്കണ്ടേ മൊയ്തോ? നോക്കട്ടെ സാർ. പേരെന്ത്? പേര് സത്യശീലൻ. സത്യശീലൻ സുലോചന. ഇതെന്താ മാറിക്കണം? ഇത്ര നേരം പറ്റിയില്ല. അപ്പൊ അതിന്റെ ഇടയിൽ മന്ത എൻട്രി ഇതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഇത് എവിടെ പോയത് അറിയില്ല സാറേ. ശ്യാമള മേഡം വേറൊരു ഫോൾഡറിൽ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. എന്ത് ലോക്ക് ചെയ്തിട്ടാ സ്വർണ്ണ ലോക്ക് ചെയ്യാനായിട്ട് അടാക്കിലെ ഓരോ കാര്യങ്ങള്. അതെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഞങ്ങൾ ഇനി കല്യാണം കഴിക്കണം. കല്യാണമല്ല, പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി തന്നാലേ. സൗകര്യമില്ല തരാന്. എന്താ മൗജു സാറേ പറയണത്? ഈ രാത്രി പോയിട്ട് അവർ എവിടുന്ന് റെക്കോർഡുകൾ എടുത്തോണ്ടിരാനാ? എല്ലാ പേപ്പേഴ്സും തരാൻ പറഞ്ഞ് തന്നിട്ടല്ലേ ഇന്ന് പേപ്പർ കൊടുക്കാന്ന് പറഞ്ഞ്. അത് എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണ്ടേ മൊയ്തോ? ഇല്ല സാർ, ഞാനിവിടെ മുനിസിപ്പാലിറ്റിയിലെത്തി. എല്ലാം സംസാരിച്ച് റെഡിയാക്കി സാർ. അതെ, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പൊ കൊടുക്കും സാർ. ആ ശരി. MLA ആണ് വിളിച്ചു. ഒന്ന് വേഗം ശരിയാക്കി കൊടുക്കണോ? ഒന്ന് ശരിയാക്കണ്ടേ മൊയ്തോ? അത് നോക്കാണ് സാർ. ഇപ്പൊ ശരിയാക്കാം. എടോ അത് ശരിയാക്കണോ? ശ്യാമള മേഡം വന്നിട്ട് ശരിയാക്കും. നോക്കണം. ശ്യാമള എവിടെ? പോയിട്ട് സാറേ വരും. ഒന്ന് നോക്കാം. ചിലപ്പോൾ അനുസരിച്ചിട്ടാവും കിട്ടാത്തത്. അല്ല സാറേ, മറ്റേ PP സതീഷിനെ വിളിക്കണോ? ടെൻഷൻ കൊണ്ട് താൻ പോയവിടുന്ന് തന്നെ കാണാൻ തന്നെ ഇലിഞ്ഞ മോന്ത കാണാണ്ടിരിക്കാൻ. 14 വയസ്സായ സ്ത്രീയാണ്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. നാളിതുവരെയായിട്ടും എൻ്റെ ഭർത്താവ് എന്നോട് അല്പം സ്നേഹമായി ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല. എനിക്ക് ജീവിതം തന്നെ മടുത്തിരിക്കുന്നു. പലവട്ടം ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ട് മതി 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 മതി, അതോടേക്ക് ഞാൻ എഴുതിക്കോ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ കത്ത് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഭർത്താവ് ഒരു ഭയങ്കരമായ ഈഗോവാദിയാണ് എന്നാണ്. എത്ര കാലം ഇത് എഴുത്തു തുടങ്ങിയിട്ട്? ഈഗോവാദിയാണ് എന്നാണ്. ഭാര്യയോടൊരൽപ്പം സ്നേഹത്തോടു കൂടി പെരുമാറുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ താൻ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നലാണ് അയാൾക്ക്. എന്താണ് കുന്തന്ന്? ഭാര്യയോടൊരൽപ്പം സ്നേഹത്തോടു കൂടി പെരുമാറുകയോ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ താൻ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നലാണ് അയാൾക്ക്. ഇത് എന്തത്ര മനസ്സിലാവാത്തതുള്ളത്? ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതം പറഞ്ഞിട്ടുള്ളതല്ല. സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നല്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ ഇനി ചേർക്കണത്? പറയുന്ന എഴുതിയ പോരെ. നിങ്ങൾ സ്നേഹസമ്പന്നയായ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും കാലം ആ മുരടനായ ഭർത്താവിനോടൊപ്പം ജീവിച്ചത് തന്നെ. പാവ സ്ത്രീ. എന്നെ നോക്കിക്കൊണ്ടിരിക്കണത് എന്തിനാണ്? ഇനി ഭർത്താവിനോട് പറയേണ്ട ചില കാര്യങ്ങൾ. ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ അടിമയല്ല. എന്താണ്? ഭാര്യ ഭർത്താവിന്റെ അടിമയല്ലാന്ന്. ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും കരുതലും ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ മുരടനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാക്കിക്കും? അല്ല, മുരടനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അവരെങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിച്ചോളും. അതിന് നിനക്കെന്താണ്? നമ്മളിത് എഴുതിയാ പോരെ. എന്നാ പിന്നെ എഴുത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, വേണ്ട, ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ ഭാര്യ കുടിച്ചിട്ടുണ്ടോ
ഇല്ല, കുടിച്ചിട്ടില്ല. എന്ന് ചോദിക്കുക. ഇല്ല എന്നാണെങ്കിൽ അതിൽ നിന്നും ഒരൽപ്പം അവൾക്ക് കൊടുക്കുക. ഇതിലൊരു ഇത്തിരി മധുരട്ടാ നിനക്ക് എന്താ കുഴപ്പം? പഞ്ചസാര ഇല്ലേ? ഷുഗറാന്ന് വീട്ടിനകത്ത് പഞ്ചസാര ഇല്ലേ? ഏട്ടന് ഷുഗറാന്ന് പറഞ്ഞു. എന്ത് ഷുഗർ? ഷുഗർ കുന്താണ്. ആ, വിശ്വസ്തയോടെ ഡോക്ടർ സത്യശീലൻ. പഴുത്ത പഴല്ലേ? ഞാൻ പഴുത്ത പഴം കഴിച്ചെന്ന് നിനക്കറിയില്ലേ? പിന്നെ ഈ പച്ചപ്പഴം എന്റെ മുമ്പിൽ കൊണ്ടുവച്ചാ കിട്ടിയില്ല. ഇതേ കിട്ടിയില്ലെങ്കിൽ പച്ചപ്പഴം മുമ്പിൽ കൊണ്ടുവയ്ക്കാണോ? ആ, ഞാൻ പല പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. അത് മതി എഴുതിയത്. ഞാൻ അത് കവറിലിട്ടിട്ട് ആ വരിയൊക്കെ കഴിക്കും. വെള്ളം വേണോ? വെള്ളം ഒരു ജോലി. ആ ശ്യാമളേശ്വര കെട്ടിയോ ഡോക്ടർ ഇല്ലേ, അങ്ങനെ ഇക്കിള്. അയാൾക്ക് ഇക്കിളിയെങ്കിൽ അത് അവര് തമ്മിൽ അറിഞ്ഞാ പോരെ, നമ്മളെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. ഇക്കിളിയല്ല, ഇക്കിള് ഇക്കിള്. ഓ, അതിന് വെള്ളം കുടിച്ചാ പോരെ? ഈ വെള്ളം കുടിച്ചിട്ടൊന്നും മാറുന്നില്ലാന്ന്. ഈ പെണ്ണും പിള്ളേക്ക് ഇത് എന്തിന്റെ കുഴപ്പമാണ്? എന്ത് കുഴപ്പമാണ് ഉണ്ടായാലും പറഞ്ഞ അയൽവക്കക്കാരെ വിളിച്ച് ശല്യം ചെയ്യും. എന്താ ശ്യാമളെ? ഓ, കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഓ, അതെ, വെള്ളം കുടിച്ചല്ലോ. ഒരു കാര്യം ചെയ്യാം, മൂക്കും വായൊക്കെ ഒന്ന് പൊത്തിപ്പിടിച്ചൊരു 5 മിനിറ്റ് ശ്വാസം വിടാതെ നിൽക്കാൻ പറഞ്ഞൊക്കെ മാറും. അതിൽ മാറും. ഓ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറയും. ഞാൻ വരാം, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. എന്താ സ്വിച്ച് ഓഫ് ചെയ്യാത്തത്? അതെ, മന്മഥനെ വിളിച്ചായിരുന്നു ഞാൻ. അപ്പൊ പറഞ്ഞു ഒരു 5 മിനിറ്റ് ശ്വാസം വിടാതെ നിൽക്കാൻ പറഞ്ഞു. അതിനെ കൊല്ലാൻ വേണ്ടിട്ടാവും. അല്ല, അങ്ങനെ വെച്ചാ ഇത്തിരി വെള്ളം വായിൽ കൊണ്ടിട്ട് മൂക്ക് പൊത്തിപ്പിടിച്ചാ മതി, അപ്പൊ ഇക്കിള് മാറിക്കോളും. ചെയ്യാവോ? ചെയ്യാം. വെള്ളം കുടിക്കണോ? വെള്ളം ഇറക്കണ്ട, വായിൽ കൊണ്ടാ മതി, ഞാൻ ചെയ്തു തരാം. കുടിക്കല്ലേ? തുപ്പരുത്. ഇല്ല, ആയിട്ടില്ല, ഞാൻ പറയാം. ആയിട്ടില്ല. മൂക്ക് പൊത്തി പിടിച്ച് ശ്വാസം കിട്ടുമോ? സത്യേട്ടാ, അല്ല, അത് പല ജാതിയിൽ നിന്നേ. ഇപ്പൊ എന്താ വെച്ചിട്ടാ നമ്മള് ആളൊന്ന് കാണാം. വെള്ളം കുടിച്ചാൽ മാറാവുന്ന കേസല്ലേ ഉള്ളൂ.
അത്രക്ക് തന്നെ ഉള്ള പസ ചിലത് എങ്ങനെയാന്ന് പറഞ്ഞു. ശ്യാമളെ ശ്യാമളെ എന്തോ ഒന്നിങ്ങോട്ട് വന്നാ. അതെ ഞാൻ ആ 5 മിനിറ്റ് ശ്വാസം പിടിച്ച് നിൽക്കാൻ പറഞ്ഞ അത് ചെയ്ത് നോക്കിയില്ലേ? അതൊന്നും ചെയ്തിട്ട് ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ ഇരിക്കുക. അല്ല ഇനിയിപ്പോ അധികം വർത്താനം പറഞ്ഞ് കിടന്ന് കെട്ടി തിരണ്ടാവും. ഒരു കാര്യം ചെയ്യാനുള്ള വേഗം ഡോക്ടറുടെ അടുത്തേക്ക് എത്തി. ഞാൻ വണ്ടി വിളിച്ചിട്ട് വരാം. ആരോടെ പറയണേ? എന്തേ സത്യമായിട്ടും കേക്കോ? എന്താണ് ഹോസ്പിറ്റലിൽ പോലെ മരുന്ന് കേൾക്കണതേ പുച്ച. അല്ല ഇപ്പൊ ഈ ഡോക്ടറെ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? അതിന് സത്യമായിട്ടും PhD ഡോക്ടർ അല്ലേ? രോഗികളെ ചികിത്സിക്കുന്ന ആളാണോ? ഇതിപ്പോ ഓൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവാനുള്ള സാധ്യത ഇല്ലാച്ചാല് ഇന്ത്യയിൽ ഒരു മറുമരുന്നുണ്ട്. ഞാൻ അത് ഉപയോഗിക്കണോണ്ട് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഒരു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി തന്നാ മതി. എന്നാ കഴിക്കണ്ട. നോക്കാം. ഇതിന് മാറാത്തൊരു കേസായിട്ട് നിങ്ങൾ നോക്കണേ. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ആരും വരണ്ട. ഇത് അങ്ങനെ ചികിത്സിക്കാൻ പറ്റിയതല്ല. ഞാൻ പോയാ മതി. അതുപോലെ ശ്യാമള കൂടെ ഇവിടെ മാറിക്ക. ആരും വേണ്ട, ഞാൻ മതി. ഇവിടെ മാറിക്ക. കോയക്കയ്ക്ക് വല്ലതും അറിയോ? പിന്നെ കോയക്ക നിസ്സാരക്കാരനൊന്നുമല്ല, നല്ല അനുഭവ സമ്പത്തുള്ള ആളാ. എങ്കി പിന്നെ ശരിയാവും. സത്യശീല ഓ ഇവിടെ ഇവിടെ കഴിഞ്ഞ് കേട്ടോ. ഞാൻ ചൂട് എല്ലാം ശരിയായി. എനിക്ക് കേട്ടോ എനിച്ചൂട് ഞാൻ സത്യ സത്യശീല നോ എനിക്കോ മന്മത ഒന്നും കൂടെ ഓടി വന്നേ. ഡോക്ടറെ കൊന്നോ അയാള്? ഞാനൊന്നും ചെയ്തില്ല. എന്താ ഈ പറഞ്ഞത്? ഞാൻ ഇപ്പോഴത്തെ കുട്ടികളെ എങ്ങനെ എക്കള് പറഞ്ഞ കുട്ടികളെ പെട്ടെന്ന് അങ്ങോട്ട് പേടിപ്പിച്ച് അതങ്ങോട്ട് മാറും. അങ്ങനെ കാറ്റുള്ളൂ. സത്യം പറയുന്നെങ്കിലും ചെയ്തോ? ഇല്ല എന്റെ നമ്മള് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്താ പറഞ്ഞു പിടിച്ചോ. മിണ്ടുന്നില്ല കോയ. വെള്ളം തെളിക്കി ഡോക്ടറെ സത്യേട്ടാ സത്യശീല ആളടക്കറാക്കി എന്താ ഈ കാട്ടിന്റെ സത്യശീല ഈ നിങ്ങളെന്താ കാട്ടിയത്? വെറുതെ ആളെ പേടിപ്പിക്കാൻ വന്നിട്ട്. അല്ലടോ ഈ കുട്ടികൾക്ക് എക്കള് വന്ന പെട്ടെന്ന് അങ്ങോട്ട് പേടിപ്പിച്ചത് മാറാറുണ്ടേ. അതല്ല ഞാന് കണ്ടോ സംഗതി ഇപ്പൊ എക്കള് മാറി. അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മറുമരുന്ന് ഉണ്ട്. ഞാനത് വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ടായി. സംഗതി മാറി. ശരി എന്താന്ന് ലോഹറ് വാങ്ങിക്കൊടുത്തു കൊണ്ടുവന്ന ഞാൻ അങ്ങോട്ട് മാറാറുണ്ട്. ഇനിയിപ്പോ അത് വലിയവർക്ക് പറ്റില്ലായിരിക്കും. തിരി പിടിച്ചിട്ട് മൂക്കത്തൊന്നിട്ട് നോക്കിയാലോ? എന്ത് വിളക്കാം തിരിയൊക്കെ മൂക്കിലിട്ട് കത്തിക്കാന് നടക്കില്ല. അതെ കോയക്ക മുത്തശ്ശി ഒരു സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ടേ. നമുക്കിങ്ങനെ ഇക്കിള് വരുമ്പോ നമ്മളിങ്ങനെ മാറി നിന്നിട്ട് ഇക്കിള് ഞാനും കൂടെ അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ, ഇക്കിള് ഞാനും കൂടെ അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. ഇതൊരു 5 പ്രാവശ്യം നമ്മൾ നിർത്താതെ പറഞ്ഞാൽ മതി. ഇക്കിളങ്ങ് അക്കരെ പോകും. ഒന്ന് പറഞ്ഞു നോക്കണം. വേണ്ട ഇതൊന്ന് പറഞ്ഞു നോക്ക്. ഇത് നിർത്ത്. ഞാൻ പറഞ്ഞുതരാം. ഇക്കളും ഞാനും കൂടി അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. മാറിയാലേ ചെലവില്ലാതെ മാറാലോ ഡോക്ടറെ. അതുകൊണ്ടാ ഒന്ന് പറഞ്ഞു നോക്ക്. വെറുതെ പറഞ്ഞു. അതൊന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്താലും മാറും. പല ആൾക്കാരെ പറയും ഇക്കളും ഞാനും കൂടി ഇക്കളും ഞാനും കൂടെ അക്കരെ പോയി ഇക്കളക്കരെ ഇക്കളക്കരേന്ന് കഴിഞ്ഞിട്ട് നിക്കള് വന്നില്ലേ അവിടെ ഇക്കരേന്ന് പറഞ്ഞു. ഇക്കളും ഞാനും കൂടെ അക്കരെ പോയി. ഇതിപ്പോ പകുതിക്കും കൂടി എത്തിയില്ല. എന്റെ ഡോക്ടറെ എങ്ങനെയെങ്കിലും ഇക്കളൊന്ന് അക്കരെ കൊണ്ടിട്ടിട്ട് വാ. അക്കരെ എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഓർത്തത്. അക്കരയിലൊരു കുഞ്ഞാലി മുസ്ലിയാരുണ്ട്. ആ ചെങ്ങായിനെ കാണിച്ച ഈ ജാതി പണി പമ്പ കടത്തു. മുസ്ലിയാർ ശരിയാവില്ല. മുസ്ലിയാർ ഇന്നാളൊക്കെ ഇവിടെ പലർക്കും വന്ന് ചികിത്സിച്ചിട്ട് അത് അവസാനം ഇടങ്ങാറായി. അങ്ങനൊന്നും വരില്ലല്ലോ. അല്ല അതെ
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് കുരുക്കൾ വന്നാ ഇതെല്ലാം എന്താ പറഞ്ഞ കുരുമ കുരു എന്ന് പറഞ്ഞ മാതിരി എക്കളുടെ കൂടെ ഇപ്പൊ കുരുക്കളും കൂടി പൊന്തിയാണ് സ്ഥിതി എന്താണ്? നമ്മുടെ സുഗതം കുരുക്കള്. അത് ശരി, കുരുക്കള്. ആ കുരുക്കളാന്ന് വിചാരിച്ചു ഞാൻ തളർന്നു. എന്നാ എങ്കടാച്ചാന്ന് കൊണ്ടായാലോ? ആശുപത്രിക്ക് ഒന്നും പോണ്ട. എന്താണ്? ആശുപത്രി പോയി കഴിഞ്ഞാൽ അവര് എക്സ്റേ എടുക്കും, സ്കാനിങ് എടുക്കും. എടുത്തോട്ടെ. അതിന്റെ കിരണങ്ങളൊക്കെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ അത് ക്യാൻസറിന് കാരണമാകും. അന്ധവിശ്വാസല്ലേ? അതെ, എന്തായാലും ഡോക്ടർ ആശുപത്രിയിലോട്ട് വരില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുരുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? എന്നാ പിന്നെ ആലോചിക്കണ്ട, എന്നെ ആളെങ്ങോട്ട് വിളിക്കാം. എന്നാ പിന്നെ വിളിക്കാം. മറിമായം. ഒരുപാട് രോഗികൾ നമ്മെ കാണാൻ അവിടെ ഉണ്ട്. പക്ഷെ മന്മഥനൊരു കാര്യം വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ വരാതിരിക്ക? വർഷങ്ങളായിട്ട് നമ്മുടെ ചികിത്സയിൽ കഴിയുന്ന ഒരാളാണ് മന്മഥനെ. ഇപ്പോഴും ഭേദമായില്ലേ? കുറവുണ്ട്, നല്ല കുറവുണ്ട്. അതിങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ നാടൻ ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ മാറുള്ളൂ. അതത്രേ ഉള്ളൂ. ഇപ്പൊ ആർക്ക് എന്താ അസുഖം? എന്റെ ഭർത്താവിന്. എന്താ ഇപ്പൊ സംഭവം? നിക്കാതെ ഇങ്ങനെ എക്കള് വന്നോണ്ടിരിക്കുക. എന്ത് എക്കളാന്ന് നിങ്ങളങ്ങനെ തീരുമാനിക്കുക? അല്ല പിന്നെന്തിനാ നോനെങ്ങോട്ട് വിളിച്ചേ? അല്ല, ആളിന്റെ ഉള്ളിൽ നിന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ശബ്ദം പറഞ്ഞിട്ടുണ്ട്. എന്റെ കണക്കില് ഇത് കുടൽച്ചുമയാവാനാണ് സാധ്യത. അല്ലേ ഉണ്ണിയെ? ആരോടാ ഈ പറയണേ? കുടൽച്ചുമ തന്നെ. നിസാരം. ഈ ചെറു അടലോടകവും ചെറു ഉള്ളിയും സമം ചേർത്ത് അങ്ങോട്ട് അരയ്ക്കാം. എന്നിട്ട് അതിന്റെ നീരിങ്ങോട്ട് പിഴിഞ്ഞെടുത്ത് ഒരു 1/2 ഔൺസ് കഴിച്ചാൽ അവിടെ നിൽക്കും. പേടിക്കാനൊന്നുമില്ല. കുരുക്കളിങ്ങനെ ചിരിച്ചു കഴിഞ്ഞാണ്ടല്ലോ അസുഖം മാറും, ഉറപ്പാ. അത് ശരി, വേഗം വിളിക്കാം രോഗിനെ. കുറെ തിരക്കണ്ടേ? അതായി ചിരിച്ച് കാര്യം നിർത്താൻ പറയുന്നില്ലേ? ഒന്ന് നോക്കാനാണ് സത്യ. അതെ, സത്യമായിട്ടൊന്നും മക്കളൊന്ന് പോവാനാണ്. കുടൽച്ചുമയല്ല, ഇക്കിളാണ്. അപ്പൊ അതിനല്ലേ ഞാനും പറഞ്ഞു ഇത് മറ്റേ വായു കുടുങ്ങിയതാണ്. അതെനിക്കറിയാം. അതെ, ഈ വായു യഥാർത്ഥത്തിൽ പോണ്ട സ്ഥലത്ത് കൂടെ പോണില്ല. അതാ പ്രശ്നം. അല്ല, അപ്പൊ അത്ര നിസ്സാര കാര്യത്തിനെ ഇപ്പൊ കുരുക്കളിനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചായി. അല്ല, ഇപ്പൊ ഇതായിരുന്നു വെച്ചിപ്പോ ഞങ്ങളാരെങ്കിലും അങ്ങനെ കളഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? എങ്ങനെ? അല്ല, ഞങ്ങളെങ്ങനെയെങ്കിലും ഒക്കെ കളഞ്ഞാൽ മതി. എങ്ങനെ കളയുന്ന? ആളെ കമത്തി കിടത്തി അമത്തിയാ പോവില്ല. അതിന് മരുന്ന് കൊടുക്കണം. അത് ശരി. മരുന്ന് വെച്ചാൽ ഇയാളൊന്ന് പറയാൻ സമ്മതിക്കുക, ചെരിഞ്ഞു കിടക്കുക. ഈ വാശിയാണ് അസുഖത്തിന് കൂടുതൽ കാരണം. കിടക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസും ഇത്തിരി വെള്ളം കൂടി എടുക്കാം. ആ സാധനം കൂടി എടുക്കാം. ആ ജാതി പരിപാടി ഒന്നും ഇവിടെ പറ്റൂല. എന്ത്? മരുന്നുണ്ടാക്കാൻ വേണ്ടി അതിനാണ്. ഒരു സ്പൂൺ കൊടുക്കുക. ഒരു സ്പൂൺ കൂടെ വേണം കേട്ടോ. ഒരു സ്പൂൺ കൊടുത്താലോ? കറുത്ത മുട്ടനാടിന്റെ കൊമ്പ് അത് കഴിക്കാം. എന്നിട്ട് അങ്ങോട്ട് പൊരിക്കാം. എന്നിട്ട് ഇത്തിരി വെള്ളത്തിൽ അങ്ങോട്ട് കലക്കിയിട്ട് കൊടുക്കാം. അല്ല, ഇപ്പൊ ഈ ഗ്ലാസും വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ കറുത്ത മുട്ടനാടിനെ എവിടെ നിന്ന് കിട്ടുന്നത്? അത് സാധാരണക്കാർക്ക് കിട്ടില്ല എന്ന് നമുക്കറിയാലോ. കരിച്ച കൊമ്പ് കൊടുക്കുന്നുണ്ട്. വല്ലത് മനസ്സിലായോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അളിയുൽ അളീം. അനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. ആയമാരെ നെക്കുയ്യ സാധനം അങ്ങോട്ട് കൊടുക്ക്. ഒരു സമയത്ത് ആവശ്യമുണ്ട് പറയാ. വെള്ളം വേണ്ട. അത്ര വേണ്ടല്ലേ? എന്തിനാ മരുന്നല്ലേ? കുടിക്കാം.
അത് നിങ്ങളെ കുടിച്ചോളൂ എനിക്ക് വേണ്ട. നാടൻ ചികിത്സയാണ്, ഒരു പേടിയും പേടിക്കണ്ട. അതങ്ങോട്ട് കുടിക്കുക. ഈ എക്കണ കൊണ്ട് തന്നെ അറക്കാൻ പറ്റൂലല്ലോ. വാശി നന്നല്ല. അല്ലടോ ഇപ്പൊ താൻ പറഞ്ഞ എത്ര മരുന്ന് ഞാൻ വിശ്വസിച്ച് കഴിച്ചു. ഉണ്ണി, നമ്മുടെ പഴയകാലം പിടിക്കാം. ഒരാളെ അംഗീകരിക്കാം. അതങ്ങോട്ട് കുടിക്കുക. 1.5 വയസ്സായ കുട്ടിയല്ലേ മുഖം പിടിക്കാം. വാശിയാണ്, വാശി നാശ. അത് പാടില്ല കേട്ടോ. ഇപ്പൊ അതിന്റെ ഫലം കണ്ടു തുടങ്ങും. ഒരു പേടിയും പേടിക്കണ്ട. മോന്തൊക്കെ എത്ര കണ്ടു തുടങ്ങി. അയ്യോ പേടിക്കണ്ട. അതൊക്കെ അതിന്റെ ഒരു ഉണ്ണിയെ ഇപ്പൊ എന്താ ഇങ്ങനെ സംഭവിച്ചേ? സാധാരണ ആട്ടുമ്പം പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കാണാറില്ലല്ലോ. ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. അല്ല, നീ പൊടി അലമാരുടെ താഴത്തറിയുന്നല്ലേ എടുത്തേ? അല്ലല്ലോ. പിന്നെ മോളത്ത് അറിയുന്ന ഈശ്വര, പണി പാളി വിട്ടോളാ.